ഇന്ന് നമ്മൾ കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പേര് മുട്ടയപ്പം ആണെങ്കിലും ഇതിൽ ഒരു മുട്ട പോലും നമ്മൾ ചേർക്കുന്നില്ല. നല്ല മുളകിട്ട മീൻകറിയുടെ കൂടിയും വറുത്തരച്ച കോഴിക്കറിയുടെ കൂടിയും കഴിക്കാനായിട്ടുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണിത്. രാവിലെയോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിലുണ്ടാക്കാം. കുറച്ച് അരി കുതിർത്തിടേണ്ട സമയം മാത്രമേ നമുക്ക് പോകുള്ളൂ, മറ്റതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ മുട്ടയില്ലാത്ത ഈ മുട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ടയില്ലാത്ത ഈ മുട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരി തന്നെയാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം 2 മുതൽ 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ കുതിർത്ത് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ രാവിലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചാൽ മതിയാവും. 2-3 തവണ നന്നായി കഴുകിയതിന് ശേഷം ഇതൊരു 3 മണിക്കൂർ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ വെള്ളത്തിൻ്റെ അളവാണ്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഇതുപോലൊരു അരിപ്പയിൽ കുറച്ച് നേരം വെക്കുന്നതും നല്ലതായിരിക്കും. വെള്ളം മുഴുവനായിട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പൊന്നിയരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മുട്ടയപ്പത്തിന് നല്ലൊരു നിറം കിട്ടുക. അപ്പോൾ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ കൃത്യമായിട്ട് ഇതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരികളുണ്ടെങ്കിൽ നന്നായിരിക്കും. പക്ഷേ ഇതിൽ കാണുന്നത് ഇതിൻ്റെ ഒരു ബബിൾസ് ആണ് കേട്ടോ, വലിയ തരികളല്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇത് ഫെർമെൻറ്റ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ അടച്ചു വെക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ആ ഒരു തീയുടെ ചൂട്. കുറച്ചൊരു കുഴിയുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആപ്പച്ചട്ടിയൊക്കെ ആയിരിക്കും ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാക്കുക. ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് ഇങ്ങനെ ഒരു തവി മാവ് ഒഴിക്കുന്ന സമയം തീ അല്ലെങ്കിൽ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പതുക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മിനിറ്റോളം എടുക്കും ഇതുപോലെ പൊങ്ങി വരാനായിട്ട്. ആദ്യം മുകളിലേക്ക് പൊങ്ങി വരും, പിന്നെ പൂരി പോലെ നന്നായിട്ട് പൊള്ളച്ച് വരും. പിന്നെ പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗവും ഏകദേശം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ എണ്ണയിൽ ഇട്ട ഉടനെ ഇത് പൊള്ളച്ച് വരില്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആദ്യം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് മുകളിലേക്ക് വരില്ലയോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് പൊള്ളച്ച് വരും. പറഞ്ഞതുപോലെ ഫ്ലെയിമിൻ്റെ ആ ഒരു ചൂട് നന്നായിട്ടൊന്ന് ക്രമീകരിച്ച് കൊടുക്കുക. ആദ്യം നല്ല ചൂട് വേണം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് പച്ചരിയും കുറച്ച് ചോറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മുട്ടയപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുറച്ച് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഉള്ളിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും, പൂരി പോലെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മുട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും.